വാർത്തകളിലേക്കാം. ആദ്യം പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട ഒരു മരണമെന്നുള്ള ദാരുണമായ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. ഹൈദരാബാദിലെ സാന്ധ്യ തിയേറ്ററിലാണ് അപകടം. ദിൽസുഖ്നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും 2 മക്കൾക്കും പരിക്കേറ്റു. അല്ലു അർജുൻ പങ്കെടുത്ത പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു സംഭവം. പുലർച്ചെ 4-ന് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ആദ്യ ഷോയ്ക്ക് ഫാൻസിന്റെ തിരക്കാണ്. MS ഹരികൃഷ്ണൻ ഏരിസ്പെക്സ് തിയേറ്ററിൽ നിന്നും, ഒപ്പം നവമി ദിനേശ് എറണാകുളത്തു നിന്നും ചേരും. ആദ്യം ഹരികൃഷ്ണനിലേക്കാണ് പോകുന്നത്. ഹരി, നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് എത്താം. അതിനു മുൻപ് നമ്മൾ ഏറെ വേദനിപ്പിച്ചത് ഇന്നലെ രാത്രി ഹൈദരാബാദിൽ ഒരു മരണം സംഭവിച്ചു. അതും ഈ പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരു മരണം അവിടെ നടന്നതെന്നാണ്. ഒരു സ്ത്രീയാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കും എത്രമാത്രം വലിയ തിരക്കായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക എന്നത്. ഒരു സിനിമയുടെ റിലീസ് ഒരു ദാരുണമായ സംഭവത്തിലേക്ക് കടക്കുക എന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം ഞാൻ ഹരിയിലേക്ക് എത്താം. ഹരികൃഷ്ണൻ ചേർന്ന വിവരങ്ങളുമായി. ഹരി, നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഹൈദരാബാദിൽ നടന്ന ആ സിനിമാ റിലീസിനിടെ ഉണ്ടായ തിക്കും തിരക്കുമാണ്. അല്ലു അർജുൻ വന്നതിന് ശേഷമാണ് ഇത്രമാത്രം തിരക്കുണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയാം. കാരണം സിനിമ കാണാൻ കുടുംബത്തോടൊപ്പം ചെല്ലുക, അവിടെയുള്ള തിക്കിലും തിരക്കിലും പെട്ടൊരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ ദാരുണമായ സംഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് ഇത്രമാത്രം തിരക്കുണ്ടാവാൻ, ഹരി? തീർച്ചയായും അതിദാരുണമായ സംഭവം തന്നെയാണ് ഇന്നലെ ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിൽ നടന്നത്. പ്രധാനമായും സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയ പ്രിവ്യൂ ഷോ രാത്രി 11 മണിക്ക് ഹൈദരാബാദിൽ സ്ക്രീൻ ചെയ്തിരുന്നു. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. അതായത് അടുത്ത ദിവസം 4 മണിക്കായിരുന്നു ഫാൻ ഷോ ആരംഭിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ഒരു പ്രീമിയർ ഷോ അണിയറ പ്രവർത്തകർ സംഘടിപ്പിച്ചത്. പക്ഷേ അവസാന നിമിഷമാണ് തിയേറ്ററിൽ അല്ലു അർജുനും സംവിധായകനായ സുകുമാറും പങ്കെടുക്കുമെന്നുള്ള വിവരം അറിയുന്നത്. അതിനു മുമ്പ് വരെ അരമണിക്കൂർ, ഏകദേശം 3/4 മണിക്കൂർ വരെ ആ തിയേറ്ററിൽ അത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. ഈ ഒരു വിവരം വന്നതിന് ശേഷം തിരക്ക് അനിയന്ത്രിതമായി മാറുകയും പോലീസ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലു അർജുനെ കാണാൻ വേണ്ടിയിട്ടുള്ള ജനത്തിരക്ക് തന്നെയാണ് സന്ധ്യ തിയേറ്ററിൽ പിന്നീട് സംഭവിച്ച കാഴ്ചകൾ. ആ ഒരു തിരക്കിൽപ്പെട്ടാണ് ദിൽസുഖ്നഗർ സ്വദേശിനിയായ രേവതിക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയടക്കം 2 പേർ ബോധം കെട്ട് വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പോലീസ് തിരക്ക് വലിയ രീതിയിൽ നിയന്ത്രിക്കാനാവാത്തൊരു സാഹചര്യം വരുമ്പോഴേക്കും ഈ ആളുകളെ നീക്കാൻ വേണ്ടിയിട്ട് പോലീസ് ലാത്തി വീശുകയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രേവതിയുടെ മരണം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. പോലീസുകാർ CPR ഉൾപ്പെടെ നൽകാൻ ശ്രമിച്ചെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഇപ്പോഴും കുഴഞ്ഞു വീണ 2 പേർ ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ നിൽക്കുകയാണ് ആ 2 പേരും. അങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഇന്നലെ രാത്രി നടക്കുന്നു. പുഷ്പയെ സംബന്ധിച്ചിടത്തോളം അത്രയധികം, അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ 2ാം ഭാഗം വരുമ്പോഴേക്കും തിയേറ്ററിലൊട്ടാകെ തന്നെ ആരാധകരുടെ ജനത്തിരക്ക് തന്നെയാണുള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എരിസ്പെക്സ് തിയേറ്ററിലാണ്. ഇവിടെയും ആദ്യത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രീനുകളിലൊക്കെ തന്നെ ഹൗസ്ഫുള്ളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ പ്രത്യേകിച്ച് അല്ലു അർജുൻ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത്രയധികം തിരക്ക് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു തിരക്ക് പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലു അർജുൻ സിനിമകൾക്ക് അവിടെ അല്ലു അർജുൻ എത്തും എന്നുള്ളത് 40 മിനിറ്റ് മുമ്പ് അറിഞ്ഞു എന്നുള്ളത് കാരണം അത്രയധികം തിരക്കിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. കുടുംബത്തോടൊപ്പമാണ് രേവതി എത്തിയത്. ഭർത്താവായ ഭാസ്കറിനൊപ്പവും 2 മക്കളായ തേജിനും സാൻവിക്കുമൊപ്പമാണ് സന്ധ്യ തിയേറ്ററിൽ
എത്തിയത്. പക്ഷേ ഈ ഒരു പ്രിവ്യൂ ഷോ പ്രധാനമായും ഫാൻസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പ്രിവ്യൂ ഷോ സംഘടിപ്പിച്ചത്. അങ്ങനെ ഒരു ഫാമിലി ഷോ ആയിട്ട് മാറാറില്ല സാധാരണ പ്രിവ്യൂ ഷോകൾ. പക്ഷേ രേവതി എത്തിയത് കുടുംബമായിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു ദാരുണമായ സംഭവം, അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴായി പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫാൻ ഷോകളിൽ പ്രത്യേകിച്ച് ഇതുപോലൊരു തിരക്ക് കാരണം പലപ്പോഴായും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള അതിദാരുണമായ സംഭവം തന്നെയാണ് ഹൈദരാബാദിൽ നിന്ന് നടക്കുന്നത്. മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും മെട്രോ നഗരങ്ങളിൽ ഉൾപ്പെടെ 4 മണിക്കാണ് സാധാരണയായി ഷോ ഉൾപ്പെടെ നടക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്തും ഒക്കെ 4 മണിക്ക് തന്നെയാണ്. കേരളത്തിലൊട്ടാകെ ഞാൻ ഹരിയിലേക്ക് എത്താം. അതിന് മുൻപ് ഇപ്പോൾ അല്ലു അർജുൻ അടക്കം താരം അല്ലു അർജുൻ സിനിമ കാണാനെത്തിയ ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം ഹൈദരാബാദിലടക്കം നിരവധി തിയേറ്ററുകളിലാണ് സിനിമ കാണാനെത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് लागत पड़े थे തെലുങ്കിലെ മറ്റൊരു താരത്തിനും ലഭിക്കാത്ത ഓപ്പണിംഗ് കളക്ഷൻ സ്വന്തമാക്കിയാണ് അല്ലു അർജുൻ ചിത്രം റിലീസിന് ഒരുങ്ങിയത്. ഏറ്റവും പ്രധാനമായി നമുക്കിനി കൊച്ചിയിലേക്ക് പോകണം. ഹരി ദയവായി തുടരുക. തിരുവനന്തപുരത്ത് ഞാൻ ഹരിയിലേക്ക് എത്താം. അതിനു മുൻപ് നേരെ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. നവമി ദിനേശ് ചേരും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, കേരളത്തിലുടനീളം 500-ലധികം തിയേറ്ററുകളിലാണ് സിനിമ പുഷ്പ 2 ഇന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിലും വലിയ ആരാധക പ്രവാഹമുണ്ട്. അല്ലു അർജുൻ എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ തിരക്കാണോ നവമി നിൽക്കുന്ന തിയേറ്ററിലുള്ളത്? അവിടെ ഹൗസ്ഫുൾ ആണോ? ഭവ്യ, പുലർച്ചെ 4 മണിക്ക് തന്നെ എല്ലാ തിയേറ്ററിലും, കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനം ആരംഭിച്ചു. കേരളത്തിൽ മാത്രമായി 600-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അല്ലു അർജുന്റെ കരിയറിലെ തന്നെ ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു പുഷ്പ. അതിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വരെ ലഭിച്ചു. അതിന്റെ 2ാം ഭാഗം ഇറങ്ങുമ്പോൾ പോലും ആരാധകർ അത്രയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒന്നാണ്. പ്രത്യേകിച്ച് പുഷ്പയുടെ ആ ഒരു ലുക്ക് അത് ഏത് വിധത്തിലാണെന്നൊക്കെ നമുക്കറിയാം. ഒപ്പം നമ്മളെയൊക്കെ അഭിമാനമായി മാറിയ ഫഹദ് ഫാസിലും ഈ അല്ലു അർജുനൊപ്പം തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നത് നമുക്ക് വലിയൊരു അഭിമാനം തന്നെയാണ്. എന്തായാലും ഈ സിനിമ ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവസാനിക്കും. 3 മണിക്കൂറാണ് സിനിമയുള്ളത്. മലയാളത്തിൽ ഈ സിനിമയിൽ അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്ത ജിസ്ജോയ് സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അല്പസമയത്തിന് മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയത്. അദ്ദേഹം തിയേറ്ററുകളിലെല്ലാം വന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം ആ തിയേറ്ററിൽ എങ്ങനെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതെന്ന് കാണാനായി എത്തിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഫഹദ് ഫാസിലിന്റെ അഭിനയം തന്നെയാണ്, അത് തകർത്തു എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഒപ്പം അല്ലു അർജുനും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തൊരു മാസ് ക്യാരക്ടറായിട്ട് തന്നെയാണ് അല്ലു അർജുൻ ഈ സിനിമയിൽ എത്തുന്നത്. ഒപ്പം ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഒപ്പം ഈ സംവിധായകന്റെ ഈ മികവ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലെ തിയേറ്ററിലാണ്. ഇവിടെയും 2 സ്ക്രീനുകളിലായി തന്നെ 4 മണിക്ക് തന്നെ സിനിമ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഹൗസ്ഫുൾ ആയി. സാധാരണ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുന്നത് ഫാൻസിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെന്തായാലും സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അവരോട് തന്നെ അഭിപ്രായം ചോദിക്കാം. എന്തായാലും ഒട്ടും മോശമാകില്ല. അത്രയേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലു അർജുൻ. സിനിമയുടെ എല്ലാ മാസവും എല്ലാ എരിവും പുളിവും ഒക്കെയുള്ള ഒരു അടിപൊളി എന്റർടൈനർ. ഇന്നെന്തായാലും കേരളത്തിലെ തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക അല്ലു അർജുൻ ഫാൻസിനെ തന്നെയാണ്. നവമി എങ്ങനെയാണ്, അല്ലു അർജുന്റെ ഫാനാണോ?
ഭവ്യ, ഞാൻ പണ്ട് അല്ലു അർജുന്റെ ഫാനായിരുന്നു. അറിയാലോ, നമ്മുടെയൊക്കെ കുറച്ച് ചെറുപ്പകാലത്ത് ആര്യയും ബണ്ണിയൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ അല്ലു അർജുന് ഭയങ്കര ക്രഷായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ മാസ് പടങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഈ പുഷ്പ 2 കാണാൻ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. അല്ല, എനിക്ക് പൊതുവെ ഭയങ്കര അടിപ്പടങ്ങളോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. എങ്കിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ പുഷ്പ 2 വേണമെങ്കിൽ പോയി കാണാം എന്നേ ഉള്ളൂ. അങ്ങനെ വല്ല കാത്തിരുന്ന ഒരു സിനിമയൊന്നും അല്ല. എന്നാലും അല്ലു അർജുനെ ഇഷ്ടമാണ്, വഴിയെ കാണാം. ഇനിയിപ്പോ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ എന്തായാലും വലിയ രീതിയിൽ ഫാൻസിന്റെ തിരക്കായിരിക്കും. ടിക്കറ്റൊക്കെ ഇപ്പൊ തന്നെ എല്ലായിടത്തും ഒരാഴ്ചക്കുള്ളിൽ ഫില്ലായിട്ടുണ്ട്. വീക്കെൻഡും കൂടി വരികയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ്, ഇതിന്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോയി കാണാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും അല്ലു അർജുന്റെ ഫാൻസിനെ സംബന്ധിച്ച് അവർക്ക് ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടില്ല, എന്നാലും ക്ഷമിക്കുക. അല്ലു അർജുന്റെ ഫാൻസ് 4 മണിക്ക് തന്നെ ഇവിടെ എത്തി. സിനിമ കാണുന്നവരുണ്ട്, വീണ്ടും വീണ്ടും കാണുന്നവരുണ്ടാകും. എന്നാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും പ്രതീക്ഷകളും ചോദിക്കാം. തീർച്ചയായും. എന്തായാലും ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഉടൻ തന്നെ കൊച്ചിയിൽ നിന്ന് ആളുകൾ ഇറങ്ങും. അപ്പോൾ നമുക്ക് അവരിലേക്ക് എത്താം. ഞാൻ നവമിയിലേക്ക് എത്താം. നമ്മൾ നേരെ ഇനി വീണ്ടും ഹരികൃഷ്ണനിലേക്ക് തന്നെ പോവുകയാണ്. ഹരി തിരുവനന്തപുരത്തുണ്ട്. ഹരി, എന്തായാലും ഹരി സിനിമ റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെന്ന നിലയിൽ അപ്പുറത്തേക്ക് വലിയൊരു സിനിമ ആരാധകൻ കൂടിയാണ്. അപ്പോൾ ഈ കിട്ടിയ ഇടവേളയിൽ സിനിമ പുഷ്പ 2 കണ്ടിട്ടുമുണ്ട്, ഇറങ്ങിയതിനു ശേഷമാണ് റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്ന് എങ്ങനെയുണ്ട് സിനിമ? ഞങ്ങളൊക്കെ പോയി ഉടൻ തന്നെ പോയി കാണണമോ? എന്താണ് ഹരിയുടെ ഒരു അഭിപ്രായം? ഭവ്യ, തീർച്ചയായും നമുക്ക് 2021 റിലീസായ പുഷ്പ എന്ന സിനിമ ഉണ്ടാക്കിയ ഒരു കോളിളക്കം ചെറുതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഷ്പ 2 കാണാനുള്ള ഒരു ആകാംക്ഷയും ആവേശവും അത്രയധികം ഉണ്ടായിരുന്നു. 4 മണിക്കുള്ള ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ കയറിയിരുന്നു. അപ്പോൾ സിനിമയുടെ ആദ്യ പകുതിയും കഴിഞ്ഞ് 2ാം പകുതിയുടെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് വരുന്നത്. കാരണം അതിദാരുണമായ വാർത്തയാണല്ലോ നടന്നത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുമുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യ പകുതി കണ്ടിറങ്ങുമ്പോൾ തന്നെ കൃത്യമായ ഒരു മാസ് അപ്പീലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമയിൽ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളുമുണ്ട്, ഇഷ്ടപ്പെട്ട സംഭവങ്ങളും ഒക്കെ തന്നെയുണ്ട്. പക്ഷേ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് തന്നെ പറയണമെന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു അല്ലു അർജുൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം പുഷ്പ 2 എന്ന സിനിമയുടെ ഒരു ഗ്രാൻഡ്നെസ് ഒക്കെ തന്നെ കൃത്യമായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്തിൽ നിന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ആരാധകരുമുണ്ട് ഈ സിനിമയിൽ നിന്ന്. അപ്പോൾ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ സംവിധായകനും അതിന്റെ അത്യധികം പ്രഷറിലേക്കും കാര്യങ്ങൾ മാറുകയാണ്. ബഡ്ജറ്റ് വൈസ് മാറുന്നു, എല്ലാ തരത്തിലും സ്കെയിലും മാറുകയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ഓവറോൾ മാർക്കറ്റ് തന്നെ മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ പ്രീ സെയിൽ ബുക്കിംഗ്, അതായത് ചിത്രത്തിന് റിലീസിന് തൊട്ട് മുന്നേ വരെയുള്ള ബുക്കിംഗ് എടുത്ത് നോക്കിയാൽ ബാക്കിയുള്ള സിനിമകളുടെ ഒക്കെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് പുഷ്പ 2 എത്തുന്നത്. അതായത് ലിയോയുടെ റെക്കോർഡ് പൊട്ടിക്കുന്നു, ഗദർ ബോളിവുഡ് സിനിമയായ ഗദറിന്റെ റെക്കോർഡ് തിരുത്തി കുറിക്കുന്നു, KGF ചാപ്റ്റർ 2ന്റെ റെക്കോർഡുകൾ മാറുന്നു, ബാഹുബലി 2യുടെ റെക്കോർഡ് മാറുന്നു. അങ്ങനെ റെക്കോർഡുകൾ മാറ്റിക്കുറിച്ചുകൊണ്ടാണ് പുഷ്പയുടെ റിലീസ് തന്നെ എത്തുന്നത്. അപ്പോൾ പ്രധാനമായും 3Dയുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം 3D സ്ക്രീനുകൾ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് ഒരാഴ്ചയും കൂടി കാത്തിരിക്കേണ്ടി വരും. സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ 3D സ്ക്രീൻസ് കൂടി ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് ഡിലേ ആവും, അത് വൈകും. 2D സ്ക്രീൻസിൽ മാത്രമായിരിക്കും ആദ്യത്തെ ആഴ്ച പ്രദർശനം ഉണ്ടാവുക. 12ാം തീയതി മുതലായിരിക്കും 3Dയിലേക്ക് പുഷ്പ തിയേറ്ററുകളിലേക്ക് എത്തുന്ന എന്നൊരു കാര്യം കൂടി ഇപ്പോൾ എടുത്തു പറയട്ടെ. എന്തായാലും സിനിമ ആദ്യ പകുതി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 2ാം പകുതിയുടെ ഏകദേശം മധ്യത്തോളം കഴിഞ്ഞിരിക്കുന്നു. 3 മണിക്കൂർ 21 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 4 മണിക്ക് കൃത്യം ഷോ ആരംഭിക്കുകയും ചെയ്തു. 7:20 തന്നെ സിനിമ അവസാനിക്കുകയും ചെയ്തു. പ്രേക്ഷകരുടെ പ്രതികരണം വളരെ വിലപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് സിനിമകൾ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റിൽ റിലീസായ ചിത്രങ്ങളൊക്കെ തന്നെ ആദ്യ ദിവസം തകർന്നടിയുന്ന കാഴ്ചയുണ്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പല സിനിമകൾക്കും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പുഷ്പ മാറുകയാണെങ്കിൽ, പുഷ്പയുടെ 2ാം ഭാഗം സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം നമുക്കറിയണം. പ്രേക്ഷകരുടെ അഭിപ്രായം ഹരി പറഞ്ഞതുപോലെ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് അഭിപ്രായം പറയാം. എന്തായാലും ഒരു 7:20 ഇപ്പോൾ സമയം 7:15 7:20 പ്രേക്ഷകർ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം. ഹരിയിലേക്കും നവമിയിലേക്കും ഒക്കെ എത്താം. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലു അർജുൻ ചിത്രത്തിന്റെ ആളുകളുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് എന്ന്. അടുത്ത സൂപ്പർ ഹിറ്റ് ആണോ എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 2 ദേശീയ പുരസ്കാരവും നേടിയ ചിത്രമാണ് പുഷ്പ. ആദ്യ പുഷ്പ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ 2ാമതിന് എന്ത് സംഭവിക്കും, ആരാധകർ എങ്ങനെ ഏറ്റെടുക്കും എന്നൊക്കെ നമുക്ക് അറിയാം. എന്തായാലും അല്പസമയം കൂടി പ്രേക്ഷകർ ദയവായി ഞങ്ങൾക്കൊപ്പം തുടരുക, കാത്തിരിക്കുക. എന്നാൽ ചിത്രത്തിൽ അല്ലു അർജുനു വേണ്ടി ഡബ് ചെയ്തത് സംവിധായകൻ ജിസ് ജോയാണ്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഫഹദിന് ഭയങ്കര ആർപ്പവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. ഡബ് ചെയ്തപ്പോഴേ കണ്ടതാണ്. പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്.
പാട്ടുകളും ഒക്കെ. പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് തിയേറ്ററിനകത്ത്. ഭയങ്കര ആർപ്പവിളിയും ഒക്കെയാണ്. പ്രൊമോഷൻ ടൈമിൽ പറഞ്ഞത് രശ്മിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അവരുടെ ഓക്കെ നല്ല രശ്മിക നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. എല്ലാം ഭയങ്കര സുകുമാർ സാറിന്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പുഷ്പ3 ഉണ്ടോ? പുഷ്പ3 അവർ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്രേ അറിയുള്ളൂ. ഇതിലൊന്നും കാണിച്ചില്ല. ഇല്ല, ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു പ്രത്യേക നിങ്ങൾ പടം കാണും. അപ്പോൾ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ളൂ. കൊണ്ടുപോട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ, കൊണ്ടുപോട്ടെ. ഡബിംഗ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പാട്ടും ഫൈറ്റും എല്ലാം, കൊറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പടം, അടിപൊളിയായിട്ട് തോന്നി. ക്യാമിയോ റോൾസ് വേറെ ഉണ്ടോ? എന്തോ ക്യാമിയോ റോളുകൾ ആ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണും. ഫഹദിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ അന്ന് ഡബിംഗ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അസലായിട്ടുണ്ട് എന്നുള്ളത്. ഫഹദ് നമ്മുടെ അഭിമാനമാണ്, ചങ്കാണ്. പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ, ഇന്റർനാഷണൽ ആവട്ടെ, അല്ലേ? അതെ, എന്തായാലും പുഷ്പ ഫയർ ആകുമോ എന്നൊക്കെ നമുക്ക് അല്പസമയത്തിനകം അറിയാം. ജിസ്റ്റോയുടെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം എന്തായാലും വലിയ എക്സൈറ്റ്മെന്റിലാണ്. പ്രേക്ഷകർ അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ 1 മണിക്കൂറിനിടെ ബുക്ക് മൈ ഷോ എന്ന ആപ്പിലടക്കം 12,000-ലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയതെന്ന് അറിയുമ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ്, പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണേണ്ട കാര്യത്തിൽ സംശയമില്ല. നമ്മൾ